ഞങ്ങളുടെ നാട്ടിലെ നോമ്പുതുറയാണ് കേട്ടോ. ജാതിമതഭേദമില്ലാതെ എല്ലാവരും ഒന്നായി നിന്ന് 18 വർഷമായി നടത്തിക്കൊണ്ട് വരികയാണ് കേട്ടോ. എല്ലാവരും നോമ്പ് തുറക്കുന്നതിന് മുന്നുള്ള തകൃതി പണിയിലാണ് കേട്ടോ. അതാ നമ്മുടെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പൊരിക്കടികൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ ടേബിളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യണം. എല്ലാവരും ഒരുപോലെ നിന്ന് മെനക്കെടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. 10-18 വർഷമായി ഇവർ അടിപൊളിയായിട്ട് കൊണ്ടുപോകണു. ഈ വർഷം അതിഗംഭീരാണ് കേട്ടോ. എല്ലാ വർഷത്തെക്കാട്ടിലും അടിപൊളിയായിട്ടാണ് ഈ വർഷം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിൽ പങ്കെടുക്കാൻ എന്നെ വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അതാ ഈ ഒരു കുട്ടികളാണ് 10-18 വർഷമായിട്ട് ഇവരത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. ഓരോരുത്തരും പേര് പറയുമ്പോൾ എല്ലാവർക്കും അതൊരു സങ്കടമാവും. അതിൽ ആരെങ്കിലും ഒന്ന് വിട്ടുപോയാൽ അതുകൊണ്ടാണ് പേര് പറയാത്തത്. പക്ഷെ ഇവരിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം. ദൈവം തമ്പുരാൻ ഇനിയും ഇവിടുന്ന് ഒരുപാട് വർഷം ഇവർക്ക് ഇത് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിപ്പിക്കട്ടെ. ഇങ്ങനെ കുറച്ച് ആൾക്കാരാണ് കേട്ടോ നമ്മുടെ നാടിനെയും നാട്ടുകാരെയും ഒരുമയോടെ ചേർത്ത് നിർത്തുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് എല്ലാവരും നമ്മുടെ ഈ ഒരു നോമ്പുതുറയ്ക്ക് പങ്കെടുത്തു എന്നുള്ളതാണ് കേട്ടോ. ടൈം ഇല്ലാണ്ട് പോലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് നമുക്കത് സന്തോഷം നൽകുന്ന കാര്യമായിരുന്നു കേട്ടോ. മെമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഓരോരുത്തരും പേരെടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്, സമയം തികയാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കുഞ്ഞു പ്രസംഗം കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നോമ്പുതുറയുടെ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പള്ളിയിൽ വാങ്ക് വിളിച്ചപ്പോഴേക്കും എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, അതൊരു ജാതി മത ഭേദം എന്നെ എല്ലാവരും ഇരുന്ന് നോമ്പ് തുറക്കണം കാണാൻ തന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമായിരുന്നു കേട്ടോ. നമ്മുടെ കക്കഞ്ചിറ അമ്പലത്തിന്റെയും പള്ളിയുടെയും നടുക്കിൽ വെച്ചിട്ടാണ് കേട്ടോ അവർ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണ്. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ലാസ്റ്റ് ഞാനും ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളുടെ നാട്ടിലെ നോമ്പുതുറ വിശേഷം ഇത്രയൊക്കെയാണ്. നിങ്ങളുടെ നാട്ടിലെ നോമ്പുതുറ വിശേഷങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ടാണ്. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.